കിട്ടിയോ? കിട്ടി, നല്ലൊരു ഇര കിട്ടി. ഗ്രൂപ്പ് സെക്സ് ചെയ്തിട്ടുണ്ടോ? പടാ അവിടെ നിന്നിട്ട് ചിരിപ്പിക്കരുത്. ഇങ്ങനെയുള്ള സമയത്ത് സൂക്ഷിച്ച് ചിരിപ്പിച്ചില്ലെങ്കിൽ ഞരമ്പ് കയറി പിടിക്കും. വാട്സ് യുവർ ബോഡി കൗണ്ട്? പറഞ്ഞോളൂ. ആദ്യൊരു മടിയുണ്ടാവും, പിന്നെ അത് ശീലമായിക്കുള്ളൂ. പറഞ്ഞോളൂ. എണ്ണിട്ടില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. ത്രീസം ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഉള്ളതുപോലെ പറയണല്ലോ. ഞാൻ വിശ്വസിച്ചു. മോനെ ദാമു, നിന്റെ വെടി ഞാൻ കുറെ കേട്ടതല്ലേടാ. പ്ലാൻ ഉണ്ട്. ഞാൻ വരണോ? ആരെങ്കിലും ചോദിച്ചാലേ ചേച്ചിയുടെ ഭർത്താവാണെന്ന് പറഞ്ഞാ മതി. ഡൽഹിയിൽ പോയായിരുന്നു. അപ്പൊ ഞാനൊരു ഡൽഹിക്കാരി പെങ്കൊച്ചിനോട് ചോദിച്ചായിരുന്നു, ഇതെങ്ങനെ ശരിയാവും? അതൊന്നും നീ അറിയണ്ട. നീയും അയാളും അയ്യേ അതാവില്ല. എന്നാലും എങ്ങനെയാ താല്പര്യമുണ്ടോന്ന്. അപ്പൊ ആ പെണ്ണ് പറഞ്ഞ് ആ പെണ്ണ് താല്പര്യമില്ലായിരുന്നു. അത് എന്നോടൊന്ന് പറഞ്ഞു നോക്കി. നിന്നോട് ഞാനൊരു കോപ്പും പറയില്ല, ഒരു ചില്ലി കാശും തരില്ല. അതെങ്ങനെയാ? കർത്താവ് അടിയുള്ളവരെ കൊണ്ട് അറിയാൻ പറയില്ലല്ലോ. ആ പെണ്ണിന്റെ ഓണർ ഉണ്ടല്ലോ, ഐ മീൻ ഏജന്റ് ആണല്ലോ. അതെ എന്നതാ നിന്റെ ഉദ്ദേശം? എടാ നിനക്ക് മനസ്സിലായില്ലേ? ഇത് മറ്റേ ആ ഏജന്റ് പറഞ്ഞ് മിണ്ടായിരുന്നു, നീ ചെയ്തേ പറ്റത്തുള്ളൂ. എന്റെ കയ്യിൽ എങ്ങനെ ആയിരിക്കണം? മിനിമം ഒരു 500 ഡൈവേഴ്സ് കഴിഞ്ഞ് പിറ്റേ ദിവസം പെറ്റണിട്ട്. അങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ വിട്ടു. ആ പെണ്ണിന്റെ അടുത്ത് പൊക്കളാൻ പറയും. തറവാട്ട് പറഞ്ഞ പെമ്പിളരെ കൈയും കലാശം കാണിച്ച് വശീകരിച്ചു കൊണ്ടുവന്ന മൂന്നാലി ഇന്നോട് ഞാൻ പൊറുക്കൂല. എല്ലാം വെള്ളം കിട്ടാണ്ട് ചാവണേ. ഇന്ന് കളിയുണ്ടോ? ഇന്ന് കളിയില്ല. വെറുതെ കൊതിപ്പിച്ച് അല്ലേലും ഇവനൊന്നും ആവശ്യത്തിന് ഉപകരിക്കില്ല. ത്രീസം ചെയ്താൽ ഗ്രൂപ്പിൽ ഇടണം. ത്രീസം ചെയ്താൽ ഗ്രൂപ്പിൽ ഇടണം. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ ഈ 3 അമ്മായിമാരെ മറിച്ച് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചിങ്ങനെ പറഞ്ഞ് സ്പിറ്റ് ചെയ്യുമെന്ന്. സ്പിറ്റ് ചെയ്ത് ഇവിടെ നശിപ്പിക്കണം. എടാ പുറത്തു നിന്ന് നോക്കുമ്പോ എളുപ്പമാ, അകത്ത് വന്ന് കളിക്കുമ്പോഴേ എന്റെ പ്രയാസം മനസ്സിലാവും.